ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർവിംശോധ്യായം. ഇതിൽ 73-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ചതുർവിംശോധ്യായഃ. മൈത്രേയ ഉവാച. വിജിതാശ്വോധിരാജാസീൽ പൃഥുപുത്ര പൃഥുശ്രവാഃ യവീയോഭ്യോ ദദാൽ കാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ ഹര്യക്ഷായാദിശൽ പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീചിം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭൂ. അന്തർധാനഗതിം ശക്രാൽ ലബ്ധ്വാന്തർധാനസംജ്ഞിതഃ അപത്യത്രയമാധത്ത ശിഖണ്ഡിന്യാം സുസമ്മതം. പാവകഃ പവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ വസിഷ്ഠശാപാദുത്പന്നാഃ പുനര്യോഗഗതിം ഗതാഃ. അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദദ യൈന്ദ്രമശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ. രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാദിദാരുണാം മന്യമാനോ ദീർഘസത്ര വ്യാജേന വിസസർജഃ. തത്രാഭിഹംസം പുരുഷം പരമാത്മാനം ആത്മദൃക് യജംസ്തം ലോകതാം ആപാ കുശലേന സമാധിന. ഹവിർധാനാദ്ധവിർധാനി വിദുരാസൂദഷട്സുതാൻ ബർഹിഷദം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. ബർഹിഷത്സു മഹാഭാഗോ ഹാവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാദോ യോഗേഷു ച കുരുദ്വഃ. യസ്യേദം ദേവയജനമനിയജ്ഞം വിതന്വതഃ പ്രാചീനാഗ്രൈഃ കുശൈരാസീദാസ്തൃതം വസുധാതലം. സാമുദ്രീം ദേവോക്തമുപയേമേഷ തദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ഠലംകൃതാം പരിക്രമന്തീമുദ്വാഹേ ചകമേഗ്നിശുകീം ഇവ. വിബുധാസുരഗന്ധർവമുനിസിദ്ധ നരോരഗാഃ വിജിതാഃ സൂര്യാദിക്ഷു കൊണയന്ത്യൈവ നൂപുരൈഃ പ്രാചീനബർഹിഷപുത്രാശ്ച തദ്രുത്യാഃ ദശാഭവൻ തുല്യനാമവ്രതാഃ സർവേ ധർമ്മസ്നാതാഃ പ്രചേതസഃ. പിത്രാദിഷ്ടാഃ പ്രജാസർഗേ തപസേർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചം തപസ്പതിം. യദുക്തം പഥി ദൃഷ്ടേന ഗിരിശേന പ്രസീദത തദ്ധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. വിദുര ഉവാച. പ്രചേതസാം ഗിരിത്രേണ യഥാസീൽ പഥി സംഗമഃ യദുതാഃ ഹരപ്രീതസ്തന്നോ ബ്രഹ്മന്വദാർത്ഥവത്. സംഗമഃ ഖലു വിപ്രശ്രേ ശിവേനേഹ ശരീരിണാം ദുർലഭോ മുനയോ ദധ്യുരസംഗാത് യമഭീപ്സിതം. ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപസ്യ രാധസേ ശക്ത്യാ യുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. മൈത്രേയ ഉവാച. പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീതിം പ്രയയുസ്തപസ്യാദൃതചേതസഃ. സമുദ്രമുപ വിസ്തീർണമപശ്യൻ സുമഹൽസരഃ മഹന്മനൈവ സ്വച്ഛം പ്രസന്നസലിലാശയം. നീലരക്തോൽപലാംഭോജ കൽഹാരേന്ദീവരാകരം ഹംസസാരസചക്രാഹ്വകാരണ്ഡവനികൂജിതം മത്തഭ്രമരസൗസ്വര്യ ഹൃഷ്ടരോമലതാംഘ്രിപം പത്മകോശരജോ ദിക്ഷു വിക്ഷിപത്പവനോത്സവം. തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യൂരാജപുത്രാസ്തേ മൃദംഗപണവാദ്യനു. തർഹ്യേവ സരസസ്തസ്മാൻ നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമരപ്രവരം വിബുധാനുഗൈഃ. തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമുർജാതകൗതുകാഃ. സ താൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതപ്രീതാനുവാചഃ. ശ്രീരുദ്ര ഉവാച. യൂയം വേദിഷദപുത്രാ വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. യഃ പരം ബ്രഹ്മസഃ സാക്ഷാൽ ത്രിഗുണാജ്ജീവസംജ്ഞിതാത് ഭഗവന്തം വാസുദേവം പ്രപന്നസ്ത പ്രിയോ ഹി മേ. സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപ്പുമാൻ വിരിഞ്ചതാമേതി തതഃപരം ഹിമാം അവ്യാകൃതം ഭാഗവതോഥ വൈഷ്ണവം പദം യഥാഹം വിബുധാഃ കലാത്യയേ. അഥ ഭാഗവതായൂയം പ്രിയാഃ സ്ഥ ഭഗവാൻ യഥാ നമൽ ഭാഗവതാനാം ച പ്രേയാനന്യോസ്തി കർഹിചിൽ.
ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ജാപി ശ്രൂയതാം തദ്വദാമി വഹ. മൈത്രേയ ഉവാച ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹതാൻ ശിവ ബദ്ധാഞ്ജലീൻ രാജപുത്രാൻ നാരായണ പരോപച. ശ്രീരുദ്ര ഉവാചാജിതം ദാത്മവിദ്ധുര്യസ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാ രാധസാരാദ്ധം സർവസ്മാത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ സംകർഷണായ സൂക്ഷ്മായ ദുരാന്തായ അന്തകായ ച. നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. നമോ നമോ നിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ. നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ. സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷദേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. നമ ഊർജൈഷേത്രിയ്യാപതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം. നമഃ സർവരസാത്മനെ. സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ. നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. അർത്ഥലിംഗായ നഭസേ നമോന്തർബഹിരാത്മനെ. നമഃ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ. നമോ ധർമ്മവിപാകായ മൃത്യവേ ദുഃഖദായ ച. നമസ്തേ ആശിഷാമീശമനവേ കാരണാത്മനെ. നമോ ധർമായ ബൃഹത്തെ കൃഷ്ണായ ഗുണ്ഠമേധസേ. പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച. ശക്തിത്രയ സമേതായ മീഢുഷേ ഹംകൃതാത്മനെ. ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയേ. ദർശനം നോതി ദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം. രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയഗുണാഞ്ജനം. സ്നിഗ്ധപ്രാവൃഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം. ചാർവായത ചതുർബാഹും സുജാതരുചിരാനനം. പത്മകോശപലാശാക്ഷം സുന്ദരഭ്രുസുനാസികം. സുദ്വിജം സുഖപോലാസ്യം സമകർണവിഭൂഷണം. പ്രീതിപ്രഹസിതാപാംഗമളകൈരുപശോഭിതം. ലസൽപങ്കജകിഞ്ചൽക്കതുകൂലം മൃഷ്ടകുണ്ടലം. സ്ഫുരത്കിരീടവലയഹാരനൂപുരമേഖലം. ശംഖചക്രഗദാ പദ്മമാലാമണ്യുത്തമർദ്ധിമത്. സിംഹസ്കന്ധദ്വിഷോ ബിഭ്രത്സൗഭഗഗ്രീവകൗസ്തുഭം. ശ്രിയാനപായിന്യാക്ഷിപ്തനികഷാശ്മോരസോല്ലസൽ. പൂരരേചകസംവിഘ്നവലിവദ്ഗുദളോദരം. പ്രതിസംക്രമയദ്വിശ്വം നാഭ്യാവർത്തഗഭീരയാ. ശ്യാമശ്രോണ്യധിരോജിഷ്ണുതുകൂലസ്വർണമേഖലം. സമജാർവഘ്രിജംഘോരു നിമ്നജാനുസുദർശനം. പദാശര ശരത്പത്മപലാശയോജിഷാ നഖദ്യുഭിർനോന്തരഘം വിധുൻവതാ. പ്രദർശയ സ്वीयमपास्तसाध्वसं പദം ഗുരോ മാർഗഗുരുസ്തമോജുഷാം. ഏതദ്രൂപമനുധ്യേയമാത്മശുദ്ധിമഭീത്സതാം. യദ്ഭക്തിയോഗോഭയദ സ്വധർമ്മമനുതിഷ്ഠതാം. ഭവാൻ ഭക്തിമതാലഭ്യോ ദുർലഭഃ സർവദേഹിനാം. സ്വാരാജ്യസ്യാപ്യഭിമത ഏകാന്തേനാത്മവിദ്ഗതിഃ. തം ദുരാരാധ്യമാരാധ്യ സതാമപി ദുരാപയാ. ഏകാന്തഭക്ത്യാ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹിഃ. തത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യതേ. വിശ്വം വിധ്വംസയൻ വീര്യശൗര്യവിസ്ഫൂർജിത ഭ്രുവാ. ക്ഷണാർദ്ധേനാപി തുലയേന സ്വർഗം നാപുനർഭവം. ഭഗവത്സംഗി സംഗസ്യ മർത്യാനാം കിമുദാശിഷ. അഥാനഘാംഘ്രേസ്തവ കീർത്തി തീർത്ഥയോരന്തർബഹിസ്നാനവിധൂതപാത്മനാം. ഭൂതേഷ്വനുക്രോശസുസത്വശീലിനാം. സ്യാത് സംഗമോ നുഗ്രഹ ഏഷ നസ്തവ. നയസ്യ ചിത്തം ബഹിരർത്ഥവിഭ്രമം. തമോ ഗുഹായാം ച വിശുദ്ധമാവിശദ്. യദ്ഭക്തിയോഗാനുഗൃഹീതമഞ്ജസാ മുനിർവിജഷ്ടേ നനു തത്ര തേ ഗതിം. യത്രേദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാതി യത്. തത്ത്വം ബ്രഹ്മപരം ജ്യോതിരാകാശമിവ വിസ്തൃതം. യോ മായേദം പുരുരൂപയാ സൃജദ്ബിഭർത്തി ഭൂയക്ഷഭയത്യവിക്രിയ. യദ്ഭേദബുദ്ധിം സദിവാത്മദുസ്ഥയാ
യദ്ഭേദബുദ്ധിസ്തതിവാത്മദുസ്ഥയാ തമാത്മതന്ത്രം ഭഗവൻ പ്രതീമഹി. ക്രിയാകലാപൈരിതമേവ യോഗിനഃ ശ്രദ്ധാന്വിതാഃ സാധു യജന്തി സിദ്ധയേ. ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേ ച തന്ത്രേ ച ത ഏവ കോവിദാഃ. ത്വമേക ആദ്യപുരുഷഃ സുപ്തശക്തിസ്തയാ രജഃസത്വതമോ വിഭിദ്യതേ. മഹാനഹം ഖം മരുദഗ്നിവാർധരാः സുരർഷയോ ഭൂതഗണായിദം യതഃ. സൃഷ്ടം സ്വശക്ത്യേദമനുപ്രവിഷ്ടശ്ചതുർവിധം പുരമാത്മാംശകേന. അഥോ വിദുസ്തം പുരുഷം സന്തമന്ദ ഭുങ്ക്തേ ഋഷീകൈർമധു സാരഖം യാം. സ ഏഷ ലോകാനതിചണ്ഡവേഗോ വികർഷസിത്വം ഖലു കാലയാനഃ. ഭൂതാനി ഭൂതൈരനുമേയ തത്വോ ഘനാവലീർവായുരിവാവിഷഹ്യ. പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം. ത്വമപ്രമത്തഃ സഹസാഭിപദ്യസേ ക്ഷുല്ലേലിഹാനോ ഹി ഇവാഖുമന്ദകഃ. കസ്ത്വൽപദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്ത്വേവമാനവ്യയമാനകേതനഃ. വിശങ്കയാ സ്മരദ്ഗുരുരർച്ചതി സ്മയദ്വിനോപപത്തിം മനവശ്ചതുർദശ. അഥ ത്വമസി നോ ബ്രഹ്മൻ പരമാത്മൻ വിപശ്ചിതാം വിശ്വം രുദ്രഭയധ്വസ്തമകുതശ്ചിത് ഭയാഗതിഃ. ഇദം ജപദഭദ്രം വോ വിശുദ്ധ നൃപനന്ദനാ സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാഃ. തമേവാത്മാനമാത്മസ്ഥം സർവഭൂതേഷ്വവസ്ഥിതം പൂജയധ്വം ഗൃണന്തശ്ച ധ്യായന്തശ്ചാസകൃദ്ധരിം. യോഗാദേശമുപാസാദ്യ ധാരയന്തോ മുനിവ്രതാഃ സമാഹിതധിയഃ സർവ ഏതദഭ്യസതാദൃതാഃ. ഇദമാഹ പുരാസ്മാകം ഭഗവാൻ വിശ്വസൃക്പതിഃ ഭൃഗ്വാദീനാമാത്മജാനാം സിസൃക്ഷതാം. തേ വയം നോദിതാഃ സർവേ പ്രജാസർഗേ പ്രജേശ്വരാഃ. അനേന ധ്വസ്തതമസഃ സിസൃക്ഷ്മോ വിവിധാ പ്രജാ. അടുത്ത ശ്ലോകാണ് എടുക്കാനുള്ള. അഥേദം നിത്യദായുക്തോ ജപന്നവഹിത പുമാൻ അചിരാത് ശ്രേയ ആപ്നോതി വാസുദേവപരായണഃ. അഥേദം ആകയാൽ ഈ ഉപദേശം നിത്യദായുക്തോ നിത്യവും വളരെ യുക്തമായിട്ട് ജപന്നവഹിത മനുഷ്യൻ ശ്രദ്ധയോട് കൂടിയിട്ട് പുമാൻ അചിരാത് ശ്രേയ ആപ്നോതി അവർക്ക് വേഗത്തിൽ ശ്രേയസ് ലഭിക്കുന്നു. ആപ്നോതി അവർ വാസുദേവപരായണ വാസുദേവനെ അവർ ഭജിക്കുന്നു, സർവാത്മന ഭജിക്കുന്നു. അഥേദം നിത്യദായുക്തോ ജപന്നവഹിത പുമാൻ അചിരാത് ശ്രേയ ആപ്നോതി വാസുദേവപരായണ എന്ന് പറഞ്ഞാൽ ആകയാൽ ആ ശ്രീവാസുദേവനെ സർവാത്മന ഭജിക്കുന്ന ആ മനുഷ്യൻ ശ്രദ്ധയോടും ഏകാഗ്രതയോടും യുക്തമായിട്ടും ഏകാഗ്രതയോടും പതിവായിട്ട് ഇത് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രേയസ്സിനെ അദ്ദേഹം പ്രാപിക്കുന്നു എന്നർത്ഥം. അഥേദം നിത്യത. അതുകൊണ്ട് ഈ ഉപദേശം നിത്യവും, ഈ രുദ്രഗീതം നിത്യവും യുക്തമായിട്ട് ഏകാഗ്രതയോടും അതുപോലെ അവഹിത ശ്രദ്ധയോടും കൂടിയിട്ട് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അവര് അചിരാൽ വളരെ പതിവായിട്ട് നിത്യത പതിവായിട്ട് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അചിരാ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രേയ ആപ്നോതി ശ്രേയസ്സിനെ അവര് പ്രാപിക്കണു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിലത്തെ പദങ്ങൾ നമുക്ക് നോക്കാം. അഥ ആകയാൽ വാസുദേവപരായണ ശ്രീവാസുദേവനെ സർവാത്മനാ ഭജിക്കുന്ന പുമാൻ മനുഷ്യൻ അവഹിത ശ്രദ്ധയോടും യുക്ത ഏകാഗ്രതയോടും നിത്യത പതിവായി ഇതം ഇത് ജപൻ ജപിച്ചാൽ അചിരാത് ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രേയസ്സിനെ ആപ്നോതി പ്രാപിക്കുന്നു. എന്നുകൂടി പറയാം. അഥ ആകയാൽ വാസുദേവപരായണ
ശ്രീവാസുദേവനെ സർവാത്മനാ ഭജിക്കുന്ന പുമാൻ മനുഷ്യൻ, അവഹിത ശ്രദ്ധയോടും, യുക്ത ഏകാഗ്രതയോടും, നിത്യത പതിവായിട്ട്, ഇത് ജപിച്ചാൽ, അചിരാത് ചുരുങ്ങിയ കാലം കൊണ്ട്, ശ്രേയസിനെ ആപ്നോതി പ്രാപിക്കുന്നു. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് അഥ വാസുദേവപരായണ പുമാൻ അവഹിത യുക്ത നിത്യദാ ഇദം ജപൻ അചിരാത് ശ്രേയ ആപ്നോതി. എന്നും കൂടി പറയാം. അഥ വാസുദേവപരായണ പുമാൻ അവഹിത യുക്ത നിത്യദാ ഇദം ജപൻ അചിരാത് ശ്രേയ ആപ്നോതി. ആകയാൽ ആ ശ്രീവാസുദേവനെ സർവാത്മനാ ഭജിക്കുന്ന മനുഷ്യൻ ശ്രദ്ധയോടും ഏകാഗ്രതയോടും പതിവായിട്ട് ഇത് ജപിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രേയസ്സിനെ പ്രാപിക്കുന്നു. അപ്പോൾ പറഞ്ഞു, പ്രജേതസ്സുകളോട് പറയുകയാണ്, അല്ലയോ രാജപുത്രന്മാരെ, പരിശുദ്ധരായിരിക്കുന്ന ഭവാന്മാർ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും ഭഗവാൻകൾ സമർപ്പിക്കപ്പെട്ട അന്ധക്കരണവൃത്തിയോടുകൂടിയവരായും ഈ മന്ത്രം ജപിച്ചാലും ഭഗവാന്മാർക്ക് മംഗളം ഭവിക്കട്ടെ. തന്നിലും സർവചരാചരങ്ങളിലും അന്തര്യാമിത്വേന വർത്തിക്കുന്ന ആ ശ്രീഹരിയെ തന്നെ എപ്പോഴും പൂജിക്കണം, ധ്യാനിക്കണം, കീർത്തിക്കുകയും വേണം. ഭഗവാന്മാർ യോഗാദേശം എന്ന ഈ സ്തോത്രം എന്നിൽ നിന്ന് കേട്ട് പഠിച്ച് മുനികളുടെ ചര്യയെ അനുഷ്ഠിച്ച് ഏകാഗ്രതയോടും ആദരവോടും കൂടി ഇതിനെ അധ്യയനം ചെയ്താലും സൃഷ്ടിയിൽ ആഗ്രഹമുള്ള ഭഗവാനായ ആ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ട ആ സുപുത്രരും ഭൃഗ്വാദികളുമായിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് പണ്ടേ ഉപദേശിച്ചു തന്നതാണ് ഈ യോഗാദേശം എന്ന മന്ത്രം. പ്രജാപതികളായ ഞങ്ങളെല്ലാം ആ പ്രജാസൃഷ്ടിയിൽ പ്രേരിപ്പിക്കപ്പെട്ടവരായിട്ട് ഈ മന്ത്രത്തിൻ്റെ പ്രഭാവത്താൽ സർവപ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് വിവിധതരം സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. ഈ സ്തോത്രം നിത്യവും ഭഗവത്പരമായിട്ട് ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി ജപിക്കുന്ന ആൾ താമസം വിനാ ശ്രേയസിനെ പ്രാപിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്തോത്രം നിത്യവും ജാഗ്രതയോടും ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ജപിക്കുന്ന ആ ഭവാന്മാർ താമസം കൂടാതെ തന്നെ പരമഗതിയെ പ്രാപിക്കും. ഈ സ്തോത്രത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പ്രജകളെ വർദ്ധിപ്പിക്കണം എന്നുള്ള ആ ബ്രഹ്മാജ്ഞയെ പരിപാലിപ്പാൻ പുറപ്പെട്ട ആ പ്രജാപതികളായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഈ സ്തോത്രത്തിൻ്റെ നിരന്തര പഠന മാഹാത്മ്യത്താൽ പ്രജാസൃഷ്ടിയിൽ യാതൊരു തടസ്സവും നേരിടാത്തവരായിട്ട് നാനാവിധ പ്രജകളെ സൃഷ്ടിച്ചു. ബ്രഹ്മദേവൻ ഞങ്ങൾക്ക് ഉപദേശിച്ചതും അനുഭവ രൂപേണ ഫലം കാണപ്പെട്ടിരിക്കുന്നതുമായിരിക്കുന്ന ഈ സ്തോത്രത്തെ ഏതൊരു പുരുഷൻ ശ്രീ വാസുദേവനെ പരമമായിട്ട് ആശ്രയമായി കരുതി മനസ്സിനെ ചലിപ്പിക്കാതെ അന്യവിഷയാസക്തി കൂടാതെ നിരന്തരം ജപിക്കുന്നുവോ അവൻ ആഗ്രഹിക്കുന്ന പുരുഷാർത്ഥത്തെ കാലതാമസം കൂടാതെ പ്രാപിക്കും. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. അഥേദം, അതുകൊണ്ട് ഈ ഉപദേശം നിത്യം യോ ജപേൽ, ആരാണോ ജപിക്കുന്നത്, സോ അചിരാൽ, അവർ അചിരമായിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ശ്രിയം, ആ ശ്രേയസിനെ പ്രാപിക്കുന്നു. അതാണ് ഇതിലത്തെ വ്യാഖ്യാനം. അഥേദം നിത്യം യോ ജപേൽ, ആരാണോ അതുകൊണ്ട് ഈ ഉപദേശം നിത്യവും ജപിക്കുന്നത്, ഇതിനെ ജപിക്കുന്നത്, അവർക്ക് സോ അചിരാൽ, അവർക്ക് അചിരാൽ പെട്ടെന്ന് തന്നെ ശ്രിയം ശ്രേയസിനെ പ്രാപ്നുയാൽ, അവർ ശ്രേയസിനെ പ്രാപിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം അഥേദം നിത്യം യോ ജപേൽ സോ അചിരാൽ ശ്രിയം പ്രാപ്നുയാത്, ശ്രിയം പ്രാപ്നുയാത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനനൗർവ്യസനാർണവം ശ്രേയസാമിഹ സർവേഷാം
ജ്ഞാനം നിശ്രേയസം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനനൗവ്യസനാർണവം. അപ്പം ഈ ലോകത്തിലെ എല്ലാ ശ്രേയസ്സുകളിലും വെച്ച് ഏറ്റവും ഉപരിയായിട്ടുള്ളതും അതുപോലെ മോക്ഷത്തിന് ഉപകരിക്കുന്നതുമായിരിക്കുന്ന ആ ആത്മജ്ഞാനമാണ്. അങ്ങനെയുള്ള ആത്മജ്ഞാനമാകുന്ന നൗഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി, നൗക, തോണിയുള്ളവൻ മറുകരയെത്താൻ പ്രയാസമുള്ളതായിരിക്കുന്ന ആ ദുഃഖക്കടലിനെ സുഖമാം വണ്ണം തരതി കടക്കുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആണ് ശ്രേയസാമിഹ സർവേഷാം, ഏറ്റവും ഈ ലോകത്തിൽ വെച്ച് സർവശ്രേഷ്ഠമായിരിക്കുന്ന ജ്ഞാനം, നിശ്രേയസം പരം, മോക്ഷത്തിന് ഉപകരിക്കുന്നതായിരിക്കുന്ന പരമമായിരിക്കുന്ന സുഖം, സുഖം അങ്ങനെയുള്ള ആ ആത്മജ്ഞാനം, ആത്മജ്ഞാനമാകുന്ന തരതി ദുഷ്പാരം ജ്ഞാനനൗ, ആ ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനമാകുന്ന തോണിയിൽ ഈ വ്യസനമാകുന്ന അർണവത്തെ, ജ്ഞാനനൗ വ്യസനാർണവം, ഈ വ്യസനമാകുന്ന അർണത്തെ, സംസാര ദുഃഖമാകുന്ന ആ അർണവത്തെ, സാഗരത്തെ തരതി ദുഷ്പാരം, വളരെ എളുപ്പത്തിൽ ആ ദുഃഖക്കടലിനെ സുഖമാം വണ്ണം തരതി കടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഇഹ, ഈ ലോകത്തിൽ, സർവേഷാം, എല്ലാ ശ്രേയസാം, ശ്രേയസ്സുകളിലും വെച്ച്, പരം, ഏറ്റവും ഉപരിയായതും, നിശ്രേയസം, മോക്ഷത്തിന് ഉപകരിക്കുന്നതും, ജ്ഞാനം, ആത്മജ്ഞാനം ഉപകരിക്കുന്നതും ആത്മജ്ഞാനമാണ്. അപ്പോൾ നൗഹു, ജ്ഞാനമാകുന്ന തോണിയുള്ളവൻ, ദുഷ്പാരം, മറുകരയെത്താൻ പ്രയാസമുള്ള, വ്യസനാർണവം, ആ ദുഃഖക്കടലിനെ സുഖമാം വണ്ണം തരതി കടക്കുന്നു. ഒന്നുകൂടി പറയാം. ഇഹ, ഈ ലോകത്തിൽ, സർവേഷാം, എല്ലാ ശ്രേയസാം, ശ്രേയസ്സുകളിലും വെച്ച്, പരം, ഏറ്റവും ഉപരിയായതും, നിശ്രേയസാം, മോക്ഷത്തിന് ഉപകരിക്കുന്നതും, ജ്ഞാനം, ആത്മജ്ഞാനമാകുന്നു. ആ ജ്ഞാനനൗഹു, ജ്ഞാനമാകുന്ന തോണിയുള്ളവൻ, ദുഷ്പാരം, മറുകരയെത്താൻ പ്രയാസമുള്ള, വ്യസനാർണവം, ആ ദുഃഖക്കടലിനെ സുഖമാം വണ്ണം തരതി കടക്കുന്നു. അപ്പോൾ ഇതന്വയം. ഇഹ സർവേഷാം ശ്രേയസാം പരം നിശ്രേയസം ജ്ഞാനം നൗ ദുഷ്പാരം വ്യസനാർണവം സുഖം തരതി. എന്നും കൂടി പറയാം. ഇഹ സർവേഷാം ശ്രേയസാം പരം നിശ്രേയസം ജ്ഞാനനൗഹു ദുഷ്പാരം വ്യസനാർണവം സുഖം തരതി. ഈ ലോകത്തിലെ എല്ലാ ശ്രേയസ്സുകളിലും വെച്ച് ഏറ്റവും ഉപരിയായതും മോക്ഷത്തിന് ഉപകരിക്കുന്നതും ആ ആത്മജ്ഞാനം ആണ്. അങ്ങനെ ആ ജ്ഞാനമാകുന്ന തോണിയുള്ളവൻ മറുകരയെത്താൻ പ്രയാസമുള്ള ആ ദുഃഖക്കടലിനെ സുഖമാം വണ്ണം മറികടക്കുന്നു. അപ്പോൾ ശ്രേയസ്സിനുള്ള ഉപായങ്ങളിൽ വെച്ച് ഏറ്റവും ഉപരിയായത് ആത്മജ്ഞാനം തന്നെയാണ്. മറുകര പറ്റാൻ പ്രയാസം ഏറിയിരിക്കുന്ന ആ ദുഃഖസമുദ്രത്തെ സുഖമാം വണ്ണം തരണം ചെയ്യുവാനുള്ള ഒരു നൗക തന്നെയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ സർവശ്രേയസ്സുകളിലും വെച്ച് ജ്ഞാനം തന്നെയാണ് പരമശ്രേയസ്. ജ്ഞാനമാകുന്ന തോണിയുള്ളവൻ ആ കര കാണാത്ത ആ സംസാര സമുദ്രത്തെ വിഷമം കൂടാതെ മറികടക്കുന്നു. അപ്പോൾ അഭീഷ്ടം സാധിക്കും എന്ന് സൂചിപ്പിച്ച് ഉപദേശിക്കുന്നു. ധർമാർത്ഥകാമമോക്ഷങ്ങളിലെല്ലാം മോക്ഷങ്ങളെല്ലാം ശ്രേയസ് തന്നെ എങ്കിലും അവയിൽ വെച്ച് പരമമായ ശ്രേയസ് ഭഗവാന്റെ ലീലാവതാരങ്ങളെക്കുറിച്ച് ആ പരമപ്രേമലക്ഷണമായിരിക്കുന്ന ഭക്തിദ്വാര പരമാനന്ദ അനുഭവരൂപമായിരിക്കുന്ന ജ്ഞാനം അത് തന്നെയാണെന്ന് അറിയണം. എന്തുകൊണ്ടെന്നാൽ പുരുഷാർത്ഥങ്ങളെല്ലാം പുനർജന്മത്തിൻ്റെ കാരണമായിരിക്കുന്നതാകയാൽ ആത്യന്തിക ദുഃഖ നിവൃത്തിക്കുള്ള കാരണമായിട്ട് അത് വരുന്നില്ല. അപ്പോൾ ആനന്ദാനുഭവരൂപമായ ആ ജ്ഞാനമാകുന്ന കപ്പലിനെ
ആനന്ദാനുഭവ രൂപമായിരിക്കുന്ന ജ്ഞാനമാകുന്ന കപ്പലിനെ ആശ്രയിച്ച പുരുഷൻ കര കാൺമാൻ പ്രയാസം ആയിരിക്കുന്ന ആ ദുഃഖസമുദ്രത്തെ പ്രയാസം കൂടാതെ കടക്കുന്നു. പുനരാവൃത്തിരഹിതമായിരിക്കുന്ന പരമസായുജ്യത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം നാരദ ഉവാച ഹേ രാജൻ, അവിടെ സർവശ്രേയസ്സുകളിലും വെച്ചിട്ട് യജ്ഞാനം, ഈ ജ്ഞാനമാണ് ശ്രേഷ്ഠം. സർവശ്രേയസാം യജ്ഞാനം ശ്രേഷ്ഠം, സർവശ്രേയസ്സുകളിലും വെച്ച് ഈ ജ്ഞാനമാണ് ശ്രേഷ്ഠം. തസ്മാത് ലഭ്യത്തെ, അതുകൊണ്ട് അത് ആ ജ്ഞാനത്തെ ലഭിക്കണം. ആ ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യൻ ആ സംസാര ദുഃഖത്തെ മറികടക്കുന്നു എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ വ്യാഖ്യാനത്തിൽ ഇത്രേ പറയുന്നുള്ളൂ, സർവശ്രേയസാം യജ്ഞാനം, സർവശ്രേയസ്സുകളിലും വെച്ചിട്ട് ഈ ജ്ഞാനം ശ്രേഷ്ഠമാകുന്നു. തസ്മാത് ലഭ്യത, അതുകൊണ്ട് ആ ജ്ഞാനത്തെ നമ്മൾ നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. യ ഇമം ശ്രദ്ധയാ യുക്തോ യദ്ഗീതം ഭഗവത്സ്തവം അധീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസൗ. യ ഇമം ശ്രദ്ധയാ യുക്തോ മദ്ഗീതം ഭഗവത്സ്തവം അധീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസൗ. അപ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് എന്നാൽ ആ ഗാനം ചെയ്യപ്പെട്ട ഈ ഭഗവത് സ്തവം അധ്യയനം ചെയ്യുന്നവൻ ആരാണോ അവൻ ആരാധിക്കപ്പെടാനാകാത്ത ആ ശ്രീഹരിയെ ആരാധിക്കുന്നു. ആരാധിക്കാൻ പറ്റാത്ത പ്രയാസമുള്ള ആ ശ്രീഹരിയെ അവൻ ആരാധിക്കുന്നു. അതാണ് അധീയാനോ ദുരാരാധ്യം. ആ ഹരിയെ ഹരിമാരാധ്യ യത്യസോ, ഹരിയെ ആരാധിക്കുന്നു. എങ്ങനെയുള്ളവൻ? യ ഇമം, ഈ സ്തോത്രം ഭഗവത് സ്തവം, ഇമം എന്നാൽ ഉപദേശിക്കപ്പെട്ട ഈ ഭഗവത് സ്തവം ശ്രദ്ധയോടു കൂടിയിട്ടും ഏകാഗ്രതയോടും കൂടിയിട്ട് മദ്ഗീതം, എൻ്റെ ഈ രുദ്രഗീതം ഭഗവത് സ്തവം ആരാണോ ശ്രദ്ധയോടു കൂടിയിട്ട് അതിനെ അധ്യയനം ചെയ്യുന്നത്, അധീയാനോ എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യണത്, അങ്ങനെയുള്ളവർക്ക് ദുരാരാധ്യം, എളുപ്പത്തിൽ ആരാധിക്കാൻ പറ്റാത്ത അഹരിയെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ആരാധയതി, അവൾ ആരാധിക്കണു എന്നുള്ളതാണ് പറഞ്ഞത്. യ ഇമം ശ്രദ്ധയാ യുക്തോ മദ്ഗീതം ഭഗവത് സ്തവം അധീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസൗ. അതിലത്തെ പദങ്ങൾ നോക്കാം. ശ്രദ്ധയായുക്ത, ശ്രദ്ധയോട് കൂടിയിട്ട്, ശ്രദ്ധയായുക്ത എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോട് കൂടിയിട്ട്, മദ്ഗീതം എന്നാൽ ഗാനം ചെയ്യപ്പെട്ട, ഇമം ഈ ഭഗവത് സ്തവം ഭഗവത് സ്തോത്രം, അധീയാനഹ ആരാണോ അധ്യയനം ചെയ്യുന്നത് അവൻ, യഹ ആരോ, അസൗ അവൻ, ദുരാരാധ്യം എളുപ്പം ആരാധിക്കപ്പെടാനാകാത്ത, ഹരിം ആ ശ്രീഹരിയെ ആരാധയതി ആരാധിക്കുന്നു. എന്നുകൂടി പറയാം. ശ്രദ്ധയായുക്ത, ശ്രദ്ധയായുക്ത എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി, മദ്ഗീതം എന്നാൽ ഗാനം ചെയ്യപ്പെട്ട, ഇമം ഈ ഭഗവത് സ്തവം ഭഗവത് സ്തോത്രം, അധീയാനഹ അധ്യയനം ചെയ്യുന്നവൻ, യഹ ആരോ, അസൗ അവൻ, ദുരാരാധ്യം എളുപ്പം ആരാധിക്കപ്പെടാനാകാത്ത, ഹരിം ആ ശ്രീഹരിയെ ആരാധയതി ആരാധിക്കുന്നു. ശ്രദ്ധയായുക്ത മദ്ഗീതം ഇമം ഭഗവത് സ്തവം അധീയാനഹ യഹ അസൗ ദുരാരാധ്യം ഹരിം ആരാധയതി. എന്നുകൂടി പറയാം. ശ്രദ്ധയായുക്ത മദ്ഗീതം ഇമം ഭഗവത് സ്തവം അധീയാനഹ യഹ അസൗ ദുരാരാധ്യം ഹരിം ആരാധയതി. ശ്രദ്ധയോട് കൂടിയിട്ട് എന്നാൽ ഗാനം ചെയ്യപ്പെട്ട ഈ ഭഗവത് സ്തവം ആരാണോ അധ്യയനം ചെയ്യുന്നത് അവൻ, ആരോ അവൻ, എളുപ്പം ആരാധിക്കപ്പെടാനാകാത്ത ആ ശ്രീഹരിയെ ആരാധിക്കുന്നു. എന്നാൽ ഗാനം ചെയ്യപ്പെട്ടതും
ഭഗവാനെ സ്തുതിക്കുന്നതുമായിരിക്കുന്ന ഈ രുദ്രഗീതം ശ്രദ്ധയോടെ അധ്യയനം ചെയ്യുന്നവൻ ആരാധിക്കുവാൻ പ്രയാസമുള്ളവനായിരിക്കുന്ന ശ്രീഹരിയെ ആരാധിക്കുക തന്നെ ചെയ്യുന്നു. ശ്രദ്ധയോടെ ഞാൻ ഉപദേശിച്ച ആ ഭഗവാന്റെ ഈ സ്തോത്രം അധ്യയനം ചെയ്യുന്ന വ്യക്തി മറ്റു സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയാത്ത ആ ഭഗവാനെ, ഹരിയെ ആരാധിച്ച് സന്തുഷ്ടനാക്കുന്നു. അപ്പോൾ എന്നാൽ ഗാനം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഈ ഭഗവാന്റെ സ്തോത്രത്തെ ശ്രദ്ധാസഹിതനായിട്ട് ഏതൊരുവൻ പഠിച്ച് കീർത്തനം ചെയ്യുന്നുവോ അവൻ മറ്റു വിധത്തിൽ ആരാധിപ്പാൻ വളരെ പ്രയാസമുള്ള ആ ശ്രീഹരിയെ സുഖമായിട്ട് ആരാധിക്കുന്നു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിലെ യഹ ഇദം മദ്ഗീതം, ഈ സ്തുതി ഭഗവത് സ്തവം ഞാൻ എന്നാൽ പറഞ്ഞു തന്ന ഈ സ്തുതി പഠതി, ആരാണോ പഠിക്കുന്നത്, സ ഹരിമാരാധയതി, അവർ ഹരിയെ ആരാധിക്കുന്നു. യ ഇദം മദ്ഗീതം പഠതി സ ഹരിമാരാധയതി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. വിന്ദതേ പുരുഷോ മുഷ്മാദ്യദ്യതിച്ഛത്യസത്വരൻ അസത്വരൻ മദ്ഗീതഗീതാൽ സുപ്രീതാ ശ്രേയസാമേകവല്ലഭാത്. ഒന്നും കൂടി പറയാം. വിന്ദതേ പുരുഷോ മുഷ്മാദ്യദ്യതിച്ഛത്യസത്വരൻ മദ്ഗീതഗീതാത് സുപ്രീതാത് ശ്രേയസാമേക വല്ലഭാൽ. ആ മനുഷ്യൻ മനസ്സ് പതറാതെ, അസത്വരൻ മനുഷ്യൻ മനസ്സ് പതറാതെ എൻ്റെ ആ ഗീതത്താൽ സ്തുതിക്കപ്പെട്ട് ആ സന്തുഷ്ടനായവനും ശ്രേയസ്സുകൾക്ക് ഏകാശ്രയഭൂതനും ആയിരിക്കുന്ന ആ ഇദ്ദേഹത്തിന് ഏതേതെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് ഏതേതെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം വിന്ദതേ സമ്പാദിക്കുന്നു. വിന്ദതേ പുരുഷോ എല്ലാം സമ്പാദിക്കുന്നു. പുരുഷോ അമുഷ്മാദ്യദ്യതിച്ഛ, എന്തൊക്കെയാണോ ഏതേതെല്ലാം ഇച്ഛിക്കുന്നുവോ അത് ഇദ്ദേഹത്തിൽ നിന്നും അസത്വരൻ മനുഷ്യൻ മനസ്സ് പതറാതെ മദ്ഗീതാത് എൻ്റെ ആ ഗീതത്താൽ സ്തുതിക്കപ്പെട്ടിട്ട് ആ സുപ്രീതനായിരിക്കുന്ന സന്തുഷ്ടനായവനും ആ ശ്രേയസ്സുകൾക്ക് ശ്രേയസാമേകവല്ലഭ, ശ്രേയസ്സുകൾക്ക് ഏകാശ്രയഭൂതനും ആയിരിക്കണ ആ അമുഷ്മാൽ ഇദ്ദേഹത്തിൽ നിന്ന് ഏതേതെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സമ്പാദിക്കുന്നു. അപ്പോൾ പദ്യങ്ങൾ നോക്കാം. പുരുഷ മനുഷ്യൻ, അസത്വരൻ മനസ്സ് പതറാതെ, മൽഗീതാത് എൻ്റെ ആ ഗീതത്താൽ സ്തുതിക്കപ്പെട്ട്, സുപ്രീതാത് സന്തുഷ്ടനായവനും, ശ്രേയസാം ശ്രേയസ്സുകൾക്ക് ഏകവല്ലഭാത് ഏകാശ്രയഭൂതനും ആയിരിക്കുന്ന അമുഷ്മാൽ ഇദ്ദേഹത്തിൽ നിന്ന് യത് ഏതേതെല്ലാം ഇച്ഛതി ആഗ്രഹിക്കുന്നുവോ അതെല്ലാം വിന്ദതേ സമ്പാദിക്കുന്നു. എന്നുകൂടി പറയാം. മനുഷ്യൻ അസത്വരൻ മനസ്സ് പതറാതെ, മദ്ഗീതാത് എൻ്റെ ഗീതത്താൽ സ്തുതിക്കപ്പെട്ട്, സുപ്രീതാത് സന്തുഷ്ടനായവനും, ശ്രേയസാം ശ്രേയസ്സുകൾക്ക് ഏകവല്ലഭാത് ഏകാശ്രയഭൂതനുമായിരിക്കുന്ന അമുഷ്മാത് ഇദ്ദേഹത്തിൽ നിന്ന് യത് ഏതേതെല്ലാം ഇച്ഛതി ആഗ്രഹിക്കുന്നുവോ അതെല്ലാം വിന്ദതേ സമ്പാദിക്കുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് പുരുഷ അസത്വരൻ മൽഗീതാത് സുപ്രീതാത് ശ്രേയസാം ഏകവല്ലഭാത് അമുഷ്മാത് യത് ഇച്ഛതി വിന്ദതേ. എന്നുകൂടി പറയാം. പുരുഷ അസത്വരൻ മൽഗീതാത് സുപ്രീതാത് ശ്രേയസാം ഏകവല്ലഭാത് അമുഷ്മാത് യത് ഇച്ഛതി വിന്ദതേ. മനുഷ്യൻ ആ മനസ്സ് പതറാതെ എൻ്റെ ആ ഗീതത്താൽ സ്തുതിക്കപ്പെട്ട് സന്തുഷ്ടനായവനും ശ്രേയസ്സുകൾക്ക് ഏക ആശ്രയഭൂതനും ആയിരിക്കുന്ന ഇദ്ദേഹത്തിൽ നിന്നും ഏതേതെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സമ്പാദിക്കുന്നു.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ മനുഷ്യൻ സ്ഥിരതയോടെ ഞാൻ ഉപദേശിച്ച ഈ സ്തോത്രത്താൽ സേവിക്കപ്പെട്ടവനും അതുകൊണ്ട് തന്നെ സന്തുഷ്ടനും സർവശ്രേയസ്സുകൾക്കും ആശ്രയനുമായിരിക്കുന്ന ആ ഭഗവാനിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം പ്രാപിക്കുന്നു. എന്നാൽ സ്ഥിരചിത്തതയോടെ നാം ഉപദേശിച്ച ഈ സ്തോത്രം കൊണ്ട് ശ്രേയസ്സുകൾക്കെല്ലാം ഒരേ ഒരു നാഥനായിരിക്കുന്ന ശ്രീഹരിയുടെ പ്രീതി സമ്പാദിച്ച് തന്തിരുവടിയിൽ നിന്ന് എല്ലാം നേടുന്നു. ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതായിരിക്കുന്ന ഈ സ്തോത്രത്താൽ സ്തുതിക്കപ്പെടുന്നവനും അതിനാൽ തന്നെ പരമപ്രീതിയെ പ്രാപിച്ചവനും സർവപുരുഷാർത്ഥങ്ങളുടെയും ഏക ആശ്രയഭൂതനുമായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് ആ പുരുഷൻ ഏതൊന്നിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ പ്രാപിക്കും. ഫലം സിദ്ധിക്കുന്നതിൽ കാലവിളംബം കാണപ്പെടുന്ന പക്ഷം അക്ഷമനായിട്ട് ഭവിപ്പാതിരിപ്പാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. ഭക്തന്മാരുടെ ഹിതത്തെ അനുഗ്രഹരൂപേണ സാധിപ്പിക്കുന്ന ഭഗവാൻ ഭക്തിയുടെ ദാർഢ്യത്തിനായിട്ട് ഫലദാനത്തിൽ കാലവിളംബം വരുത്താൻ എളുപ്പമുണ്ട്. അപ്പോൾ ഭക്തൻ അക്ഷമ നിമിത്തം ഭക്തിയെ വിട്ടുകളയാതെ അനുഗ്രഹിക്കാതിരിക്കയില്ലെന്നുള്ള ആ ദൃഢവിശ്വാസത്തോടു കൂടിയിട്ട് നിരന്തരം ഭജിച്ചു കൊള്ളണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വ്യാഖ്യാനത്തിൽ യഹ ഇദം മദ്ഗീതം, ഇപ്രകാരം ഈ ഞാൻ ചൊല്ലിയ ഗീതം ആരാണോ ജപിക്കുന്നത് അവർ ഹരിയെ ആരാധിക്കണു. പുരുഷോ യദ്യതിച്ഛതി, അവർ എന്തെല്ലാം ഏതേതെല്ലാം ഇച്ഛകൾ അവർക്കുണ്ടോ അതെല്ലാം തദസ്മാത് മദ്ഗീതാൽ, അതൊക്കെ ഞാൻ ഈ ചൊല്ലിത്തന്നപ്പെട്ട ഈ ഗീതത്തെ കൊണ്ട് സർവം വിന്ദതേ, എല്ലാം അത് ലഭിക്കണു, സമ്പാദിക്കണു. അർത്ഥം പുരുഷോ യദ്യതിച്ഛതി തസ്മാത് യദ്യതിച്ഛതി തദസ്മാത് മദ്ഗീതാത് സർവം വിന്ദതേ. ആ പുരുഷൻ എന്തൊക്കെയാണോ ഇച്ഛിക്കുന്നത് അതിനെ തദസ്മാത്, അതിനെ ഇവിടെ എൻ്റെ മദ്ഗീതാത്, എൻ്റെ ഗീതം, എൻ്റെ ആ സ്തുതിയെ ചൊല്ലുന്നത് കൊണ്ട് സർവം വിന്ദതേ, സർവവും സമ്പാദിക്കുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം ഇദം യക്കല്യ ഉത്ഥായ പ്രാഞ്ജലിശ്രദ്ധയാന്വിതഃ ശൃണുയാത് ശ്രാവയേന്മർത്യോ മുച്യതേ കർമ്മബന്ധനൈഃ. ഇദം യക്കല്യ ഉത്ഥായ പ്രാഞ്ജലിശ്രദ്ധയാന്വിതഃ ശൃണുയാത് ശ്രാവയേന്മർത്യോ മുച്യതേ കർമ്മബന്ധനൈഃ. പ്രഭാതത്തിൽ എഴുന്നേറ്റ ആരാണോ ഈ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇതിനെ കൂപ്പുകൈയോടെ കേൾപ്പിക്കുകയും ചെയ്യുന്നത് ആ മർത്യൻ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനാകുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആരാണോ ഇദം കല്യ ഉത്ഥായ അന്വിതഃ ശ്രദ്ധയോടും ഇതിനെ ആ കൂപ്പുകൈകളോടെ പ്രാഞ്ജലി കൂപ്പുകൈകളോടെ കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സമർത്ഥ്യ, ആ മനുഷ്യൻ കർമ്മബന്ധനേഹി കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുച്യതേ മോചിതനാകുന്നു. അപ്പോൾ അതിലത്തെ കല്യേ ഉത്ഥായ യഹ ശ്രദ്ധയാ അന്വിതഃ ഇദം പ്രാഞ്ജലി ശൃണുയാത് ശ്രാവയേത് സമർത്ഥ്യഃ കർമ്മബന്ധനൈഃ മുച്യതേ. ഒന്നുകൂടി പറയാം. കല്യേ ഉത്ഥായ, കല്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതത്തിൽ, ഉത്ഥായ എഴുന്നേറ്റ്, യഹ ആരാണോ ശ്രദ്ധയാ അന്വിതഃ ശ്രദ്ധയോടുകൂടി, ഇദം ഇതിനെ, പ്രാഞ്ജലി കൂപ്പുകൈയോടെ, ശൃണുയാ കേൾക്കുകയും, ശ്രാവയേൽ കേൾപ്പിക്കുകയും ചെയ്യുന്നത്, സഹ മർത്യഃ ആ മനുഷ്യൻ, കർമ്മബന്ധനൈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുച്യത്തെ മോചിതനാകുന്നു. ഇതിലത്തെ അന്വയം വന്നിട്ട് കല്യേ ഉത്ഥായ യഹ ശ്രദ്ധയാ അന്വിതഃ ഇദം പ്രാഞ്ജലി ശൃണുയാ ശ്രാവയേത് സമർത്ഥ്യഃ കർമ്മബന്ധനൈ മുച്യത്തെ.
ഒന്നുകൂടി പറയാം. കല്യേ ഉത്ഥായ യഹ ശ്രദ്ധയാന്വിത ഇദം പ്രാഞ്ജലി ശൃണുയാത് ശ്രാവയേത് സഹ മർത്യ കർമ്മബന്ധനൈ മുച്യതേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആരാണോ ശ്രദ്ധയോടുകൂടി ഇതിനെ കൂപ്പുകൈയോടെ കേൾപ്പിക്കുകയും ചെയ്യുന്നത്, ആ മനുഷ്യൻ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതൻ ആകുന്നു. അപ്പോൾ ശ്രീഹരിയെ പ്രഭാത സമയത്ത് എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി ശ്രദ്ധയോടും അഞ്ജലീബദ്ധത്തോടും കൂടിയിട്ട് ഈ രുദ്രഗീതം കേൾപ്പിക്കുകയോ ചെയ്യുന്നത് ആരാണോ ആ പുണ്യാത്മാവ് കർമ്മബന്ധനത്തിൽ നിന്നെല്ലാം വിമുക്തൻ ആകുന്നു. ഇവിടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് തൊഴുത് ശ്രദ്ധയോടെ ഇത് കേൾപ്പിക്കുകയും ചെയ്യുന്ന ആൾ സർവകർമ്മബന്ധനങ്ങളാലും മോചിപ്പിക്കപ്പെടുന്നു. പ്രഭാതകാലത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി ചെയ്ത് കൈകളെ യോജിപ്പിച്ച് ശിരസിൽ വെച്ച് എഴുന്നേറ്റുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ഈ സ്തോത്രത്തെ കേൾപ്പിക്കുകയോ ചെയ്യുന്ന പുരുഷൻ പുനർജന്മങ്ങൾക്ക് കാരണങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് മുക്തനായിട്ട് തീരണു. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ യഹ പ്രാതരുത്ഥായ ആരാണോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ശ്രദ്ധയോട് കൂടിയിട്ട് ഇതിനെ കേൾക്കുകയോ ശ്രാവയേദ്വ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവർ സർവകർമ്മബന്ധനേർ മുച്യതേ സർവകർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനാകുന്നു. യഹ പ്രാതരുത്ഥായ ശ്രദ്ധയ ആരാണോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ശ്രദ്ധയോടുകൂടി ശൃണുയാൽ കേൾക്കുകയും ശ്രാവയേദ്വ കേൾപ്പിക്കുകയും ചെയ്യുന്നത് സർവകർമ്മബന്ധനേർ മുച്യതേ അവരെ സർവകർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിതനാകുന്നു. യഹ പ്രാതരുത്ഥായ ശ്രദ്ധയാ ശൃണുയാൽ ശ്രാവയേദ്വ സർവകർമ്മബന്ധനേർ മുച്യതേ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഗീതം മയേദം നരദേവനന്ദനാ പരസ്യ പുംസ പരമാത്മനസ്തവം ജപന്ത ഏകാഗ്രധിയസ്തപോ മഹത് ശരധ്വമന്തേ തദ ആപ്സ്യഥേപ്സിതം. ഗീതം മയേദം നരദേവനന്ദനാ പരസ്യ പുംസ പരമാത്മനസ്തവം ജപന്ത ഏകാഗ്രധിയസ്തപോ മഹച്ചരധ്വമന്തേ തദ ആപ്സ്യഥേപ്സിതം. അപ്പോൾ അല്ലയോ രാജകുമാരന്മാരെ, ആ പരമപുരുഷനായിരിക്കുന്ന പരമാത്മാവിൻ്റെ എന്നാൽ ഗാനം ചെയ്യപ്പെട്ട ഈ സ്തോത്രത്തെ ഏകാഗ്രതയോടെ ജപിച്ചുകൊണ്ട് ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചുകൊള്ളുവിൻ. അതിലൂടെ അവസാനം ഒടുവിൽ നിങ്ങളുടെ മനോരഥം സാധിച്ചവരാകും. ഒന്നുകൂടി പറയാം. ഗീതം മയേദം എന്നാൽ പറയപ്പെട്ട ഈ ഗീതം നരദേവനന്ദന അല്ലയോ രാജകുമാരന്മാരെ പരസ്യ പുംസ പരമാത്മനസ്തവം ആ പരമപുരുഷനായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ ഈ ഗീതം ജപിക്കുക. ഏകാഗ്രധിയസ്തപോ ഏകാഗ്രചിത്തരായിട്ട് ജപിക്കുകയും തപസ് ചെയ്യുകയും ചെയ്താൽ മഹത് ചരധ്വമന്തേ അവരെ അനുഷ്ഠിച്ചാൽ അവര് അവസാന കാലത്തിൽ തത് ആപ്സ്യഥേപ്സിതം അവരുടെ എല്ലാ മനോരഥങ്ങളെയും പ്രാപിച്ചവരായി തീരും എന്നർത്ഥം. ഒന്നുകൂടി നമുക്ക് അതിൻ്റെ പദങ്ങൾ നോക്കാം. ഹേ നരദേവനന്ദനാഹ അല്ലയോ രാജകുമാരന്മാരെ, പരസ്യ പുംസഹ പരമപുരുഷനായിരിക്കുന്ന പരമാത്മനഃ പരമാത്മാവിൻ്റെ മയാഗീതം എന്നാൽ ഗാനം ചെയ്യപ്പെട്ട ഇദം സ്തവം ഈ സ്തോത്രത്തെ ഏകാഗ്രതയോടെ ജപന്തഃ ജപിച്ചുകൊണ്ട് മഹത് ഉഗ്രമായിരിക്കുന്ന തപസ് ചരധ്വം അനുഷ്ഠിച്ചുകൊള്ളുവിൻ. തതഃ അതിലൂടെ അന്തേ ഒടുവിൽ ഈപ്സിതം മനോരഥം ആപ്സ്യഥ ആ മനോരഥത്തെ സാധിച്ചവരാകും എന്നർത്ഥം. ഒന്നുകൂടി പറയാം. ഹേ നരദേവനന്ദനാഹ അല്ലയോ രാജകുമാരന്മാരെ, പരസ്യ പുംസഹ പരമപുരുഷനായിരിക്കുന്ന പരമാത്മനഃ പരമാത്മാവിൻ്റെ മയാഗീതം എന്നാൽ ഗാനം ചെയ്യപ്പെട്ട ഇദം സ്തവം ഈ സ്തോത്രത്തെ ഏകാഗ്രതയോടെ ജപന്തഃ ജപിച്ചുകൊണ്ട് മഹത് ഉഗ്രമായിരിക്കുന്ന തപസ് ചരധ്വം അനുഷ്ഠിച്ചുകൊള്ളുവിൻ. തതഃ അതിലൂടെ അന്തേ ഒടുവിൽ ഈപ്സിതം മനോരഥം ആപ്സ്യഥ സാധിച്ചവരാകും. അതിലത്തെ അന്വയം ഹേ നരദേവനന്ദനാ
പരസ്യ പുംസഃ പരമാത്മനഃ മയാ ഗീതം ഇദം സ്തവം ഏകാഗ്രധിയഃ ജപന്തഃ മഹത്തപഃ ചരധ്വം തതഃ അന്തേ ഈപ്സിതം ആപ്സ്യഥ. എന്നുകൂടി പറയാം. ഹേ നരദേവനന്ദനാഃ, പരസ്യ പുംസഃ പരമാത്മനഃ മയാ ഗീതം ഇദം സ്തവം ഏകാഗ്രധിയഃ ജപന്തഃ മഹത്തപഃ ചരധ്വം തതഃ അന്തേ ഈപ്സിതം ആപ്സ്യഥ. അല്ലയോ രാജകുമാരന്മാരെ, പരമപുരുഷനായിരിക്കുന്ന പരമാത്മാവിൻ്റെ എന്നാഗാനം ചെയ്യപ്പെട്ട ഈ സ്തോത്രത്തെ ഏകാഗ്രതയോടെ ജപിച്ചുകൊണ്ട് ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചുകൊള്ളുവിൻ. അതിലൂടെ അവസാനം ഒടുവിൽ ആ മനോരഥങ്ങളെ സാധിച്ചവരാകും. അല്ലയോ രാജകുമാരന്മാരെ, എന്നാൽ ഉപദേശിക്കപ്പെട്ടതും പരമാത്മാവായ പുരുഷോത്തമനെ സംബന്ധിച്ചതുമായിരിക്കുന്ന ഈ രുദ്രഗീതം ഏകാഗ്രതയോടെ ജപിച്ചുകൊണ്ട് നിങ്ങൾ തപസ്സനുഷ്ഠിച്ചാലും അതിൻ്റെ ഫലമായിട്ട് ഭവാന്മാരുടെ മനോരഥം സഫലമായിത്തീരും. രാജപുത്രന്മാരെ, പരമാത്മാവായ പുരുഷോത്തമൻ്റെ ഞാൻ ഉപദേശിച്ച ഈ സ്തോത്രം ഏകാഗ്രതയോടെ ജപിച്ച് നിങ്ങൾ ശ്രേഷ്ഠമായിരിക്കുന്ന തപസ് ചെയ്യുക. ശ്രവണ കീർത്തനാദി ഫലങ്ങളെ കേൾപ്പിച്ച ശേഷം ശ്രീരുദ്രൻ പ്രചേതസ്സുകളെ അനുഗ്രഹിക്കുന്നു. ഹേ രാജകുമാരന്മാരെ, എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്തിൽ അന്തരൂപിയായിട്ട് വസിച്ച് സർവത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പരമപുരുഷനെക്കുറിച്ച് എന്നിൽ നിങ്ങൾക്കായിട്ട് ഉപദേശിക്കപ്പെട്ട ഈ സ്തോത്രത്തെ ആ ഭഗവാനിൽ തന്നെ അർപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടെ ജപിച്ചുകൊണ്ട് മഹാതപസ് ചെയ്യുവിൻ. തപസ്സിൻ്റെ പരിഭാഗകാലത്തിൽ ആ ഭഗവാനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം, ഹേ രാജപുത്രാഹ, അല്ലയോ രാജപുത്രന്മാരെ, ഹേ പ്രചേതസഹ, പ്രചേതസ്സുകളെ, മദ്ഗീതം, ഞാൻ പറഞ്ഞ ഈ ഗീതം ജപന്തോ, ജപിച്ചു കഴിഞ്ഞാൽ മഹത് തപശ്ചരധ്വം, അതിന് തപസ് ചെയ്യുക, ജപന്തോ ജപിച്ച് തപസ് ചെയ്ത് തപസ് അനുഷ്ഠിച്ച തതോന്തേർഹസി ഈപ്സിതം, അവസാനം ആ മനോരഥം പ്രാപിക്കും. എന്നുകൂടി പറയാം. ഹേ രാജപുത്ര, അല്ലയോ രാജപുത്രന്മാരെ, പ്രചേതസ്സുകളെ, പ്രചേതസ, മദ്ഗീതം, എൻ്റെ ഈ ഗീതം ജപന്തോ ജപിച്ചുകൊണ്ട് മഹത്തപശ്ചരധ്വം, മഹത്തായ തപസ്സിനെ അനുഷ്ഠിക്കുവിൻ. തതോ അന്തേ, അവസാനം, അതുകൊണ്ട് അവസാനം ഈപ്സിതം, മനോരഥങ്ങളെ പ്രാപിക്കും. ഹേ രാജപുത്ര, ഹേ പ്രചേതസ, മദ്ഗീതം ജപന്തോ മഹത്തപശ്ചരധ്വം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ രുദ്രഗീതം നാമ ചതുർവിംശോധ്യായഃ. 79 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ സപ്തമോധ്യായം ഇവിടെ, ചതുർവിംശോധ്യായം 24ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ.